നിങ്ങളെല്ലാവരും ചിക്കൻ പൊരിച്ചിട്ടുണ്ടാവും. അത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ചിക്കൻ പൊരിക്കുക. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാം. അത് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ മക്കളൊക്കെ ഇനിയും വേണം എന്ന് ചോദിക്കും. അതിനി എങ്ങനെ നമുക്ക് പൊരിക്കാമെന്ന് കാണാം. മക്കളെ, ഇതാ ഞാനിവിടെ 650 ഗ്രാം കോഴി ഇറച്ചീനെ കഴുകി വൃത്തിയാക്കി, ഇത് കണ്ടില്ലേ, വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാതും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് മസാല പുരട്ടി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ വലിയ ജീരകത്തിൻ്റെ പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവ് കുറവാണ്. ഇനി നമുക്ക് എരിവ് വേണം എന്നുള്ളവർക്ക് ലാസ്റ്റ് നമ്മൾ എരിവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇറച്ചിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ പാടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇറച്ചിയിൽ എല്ലാത്തിലും മസാലയും എല്ലാം അതിൽ പെടുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊരു 1/2 മണിക്കൂറാണ് വെക്കേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടേനെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി മിക്സാക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ സ്പെഷ്യലായിട്ട് 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുക. റവ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിടണ്ടേ, നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടതല്ലേ. ഇനി ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ പാടെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് കലക്കിയെടുക്കാം. മക്കളെ, നല്ല കട്ടിയായി വരികയാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കട്ടിയിലാണ് വേണ്ടത് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്ക് മസാല കൂട്ടി വെച്ച ഇറച്ചിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാതും പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചതും മസാല ഇറച്ചിയിലെല്ലാത്തിലും പെടിട്ട്. മക്കളെ, ഇതിനി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, എല്ലായിടത്തും ഈ മസാലയും പെട്ടിട്ടുണ്ട്, നമ്മൾ കലക്കി ഒഴിച്ച മിക്സും. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ചൂടിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുക്കുമ്പോഴും കൂടി നമ്മൾ ഈ മസാലയിൽ ഒന്നിങ്ങനെ മുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം തീയെ വെക്കാൻ പാടുള്ള. ഇനി നമുക്കിതൊരു മീഡിയം ലെവലിൽ കത്തിച്ച് കൊടുത്താൽ മതി. അപ്പോഴും നല്ല തീയിൽ കത്തിച്ചാൽ മസാല കരിയും ഇറച്ചി വേവില്ല. അതുകൊണ്ടാണ് മീഡിയം തീ വെച്ച് കത്തിക്കണം പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം ലെവലായത് കൊണ്ടാണ് ഈ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നല്ലപോലെ അങ്ങോട്ട് ഇപ്പുറത്തൊക്കെ വേകും. പക്ഷെ വലിയ കഷ്ണമാകുമ്പോൾ എന്തുണ്ട് വെച്ചിട്ടാ, ഉള്ളിൽ വേകില്ല. ഇറച്ചിയുടെ ഉള്ളിൽ മീഡിയം സൈസിൽ വെട്ടുമ്പോൾ എന്തായാലും ഉള്ളിൽ വേകുമല്ലോ. അപ്പോൾ കരിയണ പ്രശ്നമില്ല, ഇറച്ചി നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതിനാണ് ഞാൻ മീഡിയം സൈസിൽ വെട്ടിയത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ മീഡിയം സൈസിൽ വെട്ടി ഉണ്ടാക്കിയാൽ മതിയേ. ഇനി ഈ സൈഡും
ഇതേപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, ഇപ്പം നമ്മുടെ ഇറച്ചി 2 വശത്തും ഒന്നുപോലെ വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ എല്ലാ കോഴി ഇറച്ചിനെയും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതും പൊരിഞ്ഞു വരട്ടെ അതേപോലെ. അങ്ങനെ നമ്മുടെ എല്ലാ കോഴി ഇറച്ചിയും പൊരിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂണ് തക്കാളി സോസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. വെള്ളവും സോയാ സോസും തക്കാളി സോസും എല്ലാം മിക്സായി വരട്ടെ, പഞ്ചസാരയും. ഇത് കണ്ടില്ലേ, ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമ്മളിനി ചൂടായ ചട്ടിയിൽ നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 ഇല്ലി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇത് കണ്ടില്ലേ, നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ച സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് സോസിൻ്റെ പച്ചമണമൊക്കെ മാറി വരുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് അങ്ങ് കൊട്ടിക്കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണ് ചില്ലി പ്ലസും കൂടി ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ വറ്റൽ മുളക് ചതച്ചത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സോസ് എല്ലാ ഇറച്ചിയിലും പെടുന്നത് പോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. നമ്മളെടുത്ത ഇറച്ചിക്ക് ഈ സോസ് ആവശ്യത്തിനുള്ളതുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, എല്ലാ ഇറച്ചിയിലും പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോഴി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. കണ്ട, അടിയിൽ ഇറച്ചി വെന്തിക്കണ്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിക്കണ്. കണ്ടില്ലേ? അപ്പം ഉമ്മയുടെ വെറൈറ്റി രീതിയിൽ കോഴി പൊരിച്ചത് ഞാൻ കഴിച്ചു നോക്കാൻ പോകട്ടോ. ഒരു കഷ്ണം. നല്ല ജ്യൂസി ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ. പുറത്ത് ചെറിയൊരു മൊഴിച്ചതും. സൂപ്പറായിട്ടുമ്മ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ചിക്കൻ വാങ്ങുമല്ലോ, പൊരിക്കും. ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും പൊരിച്ച് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.